ഗുരുഭ്യോ നമ. വിഘ്നേശ്വരായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ സംകഷ്ടനാശന വിഷ്ണു സ്തോത്രമാണ് സമർപ്പിക്കുന്നത്. എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ ആ ഗുരുവായൂരപ്പൻ്റെ വൈകുണ്ഠനാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നാരദ ഊജ പുനർദൈത്യം സമായാന്തം ദൃഷ്ട്വാ ദേവാസവാസവാ ഭയപ്രകമ്പിതാ സർവേ വിഷ്ണും സ്തോതും പ്രചക്രമോ. ദേവാ ഉവാച നമോ മത്സ്യരൂപാദിനാനാസ്വരൂപൈ സദാ ഭക്തകാര്യോദ്യതായാർത്തിഹന്ത്രേ വിധാത്രാദിസർഗസ്ഥിതിധ്വംസകർത്രേ ഗദാശംഖപത്മാദിഹസ്തായ തേസ്തു രമാവല്ലഭായാസുരാണാം നിഹന്ത്രേ ഭുജങ്കാരിയാനായ പീതാംബരായ മഖാർത്തിക്രിയാപാകകർത്രേ വികർത്രേ ശരണ്യായ തസ്മൈ നതാസ്മോ നതാസ്മ. നമോ ദൈത്യസന്താപിതാമർത്യദുഃഖാചല ധ്വംസദംഭോളയേ വിഷ്ണവേ തേ ഭുജംഗേശതൽപേ ശയാനാർക്കചന്ദ്രദ്വിനേത്രായ തസ്മൈ നതാസ്മോ നതാസ്മ. സംകഷ്ടനാശനം നാമ സ്തോത്രമേതൽ പഠേന്നര സകതാചിന്ന സങ്കഷ്ടൈ പീഡ്യതേ കൃപയാ ഹരേ. അർത്ഥം: നാരദൻ പറഞ്ഞു, അതിനുശേഷം വന്നെടുത്ത അസുരന്മാരെ കണ്ട് ഭയവിഹ്വലരായ ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ വിഷ്ണു ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി എന്ന്. ആ സ്തുതിയാണ് മത്സ്യാദി പല സ്വരൂപങ്ങൾ ധരിച്ച് എപ്പോഴും ഭക്തന്മാരുടെ കാര്യത്തിനായി ഉദ്യമിച്ചു കൊണ്ടിരിക്കുന്നവനും സങ്കടങ്ങളെ ഹനിക്കുന്നവനും ബ്രഹ്മാവ് തുടങ്ങിയ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കൾ താൻ തന്നെയായിരിക്കുന്നവനും ശംഖചക്ര ഗദാപത്മങ്ങൾ തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്നവനുമായ ഭഗവാനെ, അവിടുത്തേക്ക് നമസ്കാരം. ലക്ഷ്മീവല്ലഭനും അസുരഹന്താവും ഗരുഡവാഹനനും പീതാംബരനും യാഗാദി കർമ്മങ്ങളുടെ ഫലദാതാവും സ്വയം കർമ്മരഹിതനും ആശ്രയിക്കപ്പെടേണ്ടുന്നവനുമായ ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അസുരന്മാരാൽ സങ്കടമനുഭവിക്കുന്ന ദേവന്മാരുടെ ദുഃഖങ്ങളാകുന്ന പർവ്വതനിരയെ ഭേദിക്കുന്ന വജ്രായുധമായിരിക്കുന്നവനും സർപ്പശ്രേഷ്ഠനാകുന്ന തൽപ്പത്തിന്മേൽ ശയിക്കുന്നവനും സൂര്യചന്ദ്രന്മാരാകുന്ന നേത്രങ്ങളോടു കൂടിയവനും മഹാവിഷ്ണുവുമായ നിന്തിരുവടിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. സംകഷ്ടനാശനമെന്ന് പേരായിട്ടുള്ള ഈ സ്തോത്രത്തെ പഠിക്കുന്നവർക്ക് ഹരിയുടെ കൃപ ഹേതുവായിട്ട് ഒരിക്കലും സങ്കടങ്ങളാൽ പീഡ ഉണ്ടാകുന്നില്ല എന്ന് ഈ സ്തോത്രം നമുക്ക് കാണിച്ചു തരുന്നു. എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ സ്തോത്രം ആ വൈകുണ്ഠനാഥൻ്റെ വിഷ്ണു ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കണം. രാധേശ്യാം.